സുവിശേഷം പ്രസംഗിക്കുന്നവർ. എൻ്റെ നാവല്ല പരിശുദ്ധം, എൻ്റെ പാദങ്ങളാണ് പരിശുദ്ധം. സുവിശേഷം പ്രസംഗിക്കാനായിട്ട് ഞാൻ ചെയ്ത യാത്രകൾ, ഞാനെടുത്ത അധ്വാനം, ഞാനെടുത്ത ത്യാഗങ്ങൾ, ഞാനെടുത്ത ദുഃഖങ്ങൾ, ഞാനെടുത്ത രോഗങ്ങൾ, ഇതാണ് പരിശുദ്ധമായിട്ടുള്ളത്. ഞാനെടുക്കുന്ന ത്യാഗങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു പാത്രം വെള്ളമെങ്കിലും ആത്മാർത്ഥമായിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കണം. മറ്റുള്ളവരെ പരിശുദ്ധനായിട്ട് കാണാൻ സാധിക്കണം. സഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ കരമടിച്ച് ആത്മാവിൻ തീനാള് കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് ഉയർത്തിയടിച്ചുകൊണ്ട് സന്തോഷത്തോടെ ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. എസെക്കിയേലിന്റെ പുസ്തകം അതിന് 36-ാം അധ്യായം തിരുവചനം പറയുന്നു, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലേക്ക് നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും, നിങ്ങൾ ജീവിക്കും. ഇത് ദൈവത്തിന്റെ തിരുവചനമാ, ഇത് ദൈവത്തിന്റെ വാഗ്ദാനമാ. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിലേക്ക് നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും, നിങ്ങൾ ജീവിക്കും. ഇത് ദൈവത്തിന്റെ വാഗ്ദാനമാ. ഈ പ്രഭാതത്തില് എന്നെയും നിങ്ങളെ നോക്കി ദൈവം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കും. എങ്ങനെ ജീവിക്കും? എൻ്റെ ആത്മാവ് നിങ്ങളെ നിറയുമ്പോൾ, എൻ്റെ ആത്മാവ് നിങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ജീവിക്കും. ഈ ജീവന് വേണ്ടി, ഈ ആത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് ഈ ജീവന് വേണ്ടി ആഗ്രഹിച്ച് കരമുയർത്തി വിളിക്കുന്നു. ആത്മാവേ എന്ന് വിളിക്കട്ടെ, പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കട്ടെ. എല്ലാവരും വിളിച്ച് പ്രാർത്ഥിക്കുന്നു, ശക്തിയോടെ പ്രാർത്ഥിക്കുന്നു. ആത്മാവിന് വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിക്കട്ടെ, ദാഹത്തോടെ പ്രാർത്ഥിക്കട്ടെ, നമ്പരത്തോടെ പ്രാർത്ഥിക്കട്ടെ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവ് നിറയാൻ, പരിശുദ്ധാത്മാവ് നിറയാൻ, പരിശുദ്ധാത്മാവ് നിറയാൻ. ഈ ദേശം മുഴുവൻ, ഈ സഭ മുഴുവൻ, ഈ ആലയം മുഴുവൻ, നമ്മുടെ കുടുംബങ്ങളില്, ഇടവകളില് ദൈവത്തിന്റെ ആത്മാവ് നിറയട്ടെ. ശക്തമായിട്ട് ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നു, ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്നിലേക്ക്, എന്നിലേക്ക്, നമ്മളിലേക്ക് ആത്മാവ് നിറയാൻ, പരിശുദ്ധാത്മാവ് നിറയാൻ. ദൈവത്തിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ് നിറയാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതരം തുറന്ന്, അതരം തുറന്ന് പാടി പ്രാർത്ഥിക്കുന്നു, കരമടിച്ച് പ്രാർത്ഥിക്കുന്നു. ഇരുവശങ്ങളിലേക്ക് വചനം ഘോഷിക്കുമീ വേളയിൽ, നിന്നാമം പാടുമീ കൂട്ടായ്മയിൽ. വചനം ഘോഷിക്കുമീ വേളയിൽ, നിന്നാമം പാടുമീ കൂട്ടായ്മയിൽ. ഓ പരിശുദ്ധാത്മാവേ, വരണമേ, അഭിഷേകം ചെയ്യണമേ. റുഹായേ വരണമേ, അഭിഷേകം ചെയ്യണമേ. ആഗ്രഹത്തോടെ റുഹായേ വരണമേ, അഭിഷേകം ചെയ്യണമേ. കരങ്ങൾ ഉയർത്തി നമുക്ക് കണ്ണുകളടച്ച് തന്നെ നിൽക്കാം. കണ്ണുകളെല്ലാവരും അടയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. കണ്ണുകൾ അടയ്ക്കുമ്പോൾ കേൾക്കുന്ന വചനം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള വലിയ തീക്ഷ്ണത നമുക്കുണ്ടാകട്ടെ. കേൾക്കുന്ന വചനം ഹൃദയത്തിൽ ജ്വലിക്കുന്ന അനുഭവം ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ ക്രിസ്തു സഞ്ചരിച്ചപ്പോൾ വചനം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ ശിഷ്യന്മാർക്കുണ്ടായ വലിയ അനുഭവമാണ് ഹൃദയം ജ്വലിക്കുന്ന അനുഭവം. അവൻ നമ്മളോട് വചനം പങ്കുവച്ചപ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ ജ്വലിച്ചില്ലേ എന്ന് ശിഷ്യന്മാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ ഹൃദയം ജ്വലിക്കുന്ന അനുഭവം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വചനം കേൾക്കുമ്പോൾ ഞങ്ങളെല്ലാവരുടെ ഹൃദയം ജ്വലിക്കുമാറാകണമേ. ജ്വലിച്ച് അങ്ങയുടെ വചനം പ്രഘോഷിക്കുന്നവരായി മാറാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. നമുക്ക് കണ്ണുകളടച്ച് തന്നെ സുവിശേഷം ശ്രവിക്കാം. വിശുദ്ധ ലൂക്ക അറിയിച്ച
നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അപ്പോൾ നിയമജ്ഞൻ എഴുന്നേറ്റ് നിന്ന് അവനെ പരീക്ഷിക്കുവാൻ ചോദിച്ചു, ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? അവൻ ചോദിച്ചു, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നീ എന്തു വായിക്കുന്നു? അവൻ ഉത്തരം പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെയും. അവൻ പ്രതിവചിച്ചു, നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു. ഇതനുസരിച്ച് പ്രവർത്തിക്കുക, നീ ജീവിക്കും. എന്നാൽ അവൻ തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച് യേശുവിനോട് ചോദിച്ചു, ആരാണ് എൻ്റെ അയൽക്കാരൻ? യേശു പറഞ്ഞു, ഒരുവൻ ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോവുകയായിരുന്നു. അവൻ കവർച്ചക്കാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർത്ഥപ്രാണനാക്കിയിട്ട് പോയി കളഞ്ഞു. ഒരു പുരോഹിതൻ ആ വഴിയെ വന്നു. അവനെ കണ്ട് മറുവശത്തു കൂടെ കടന്നുപോയി. അതുപോലെ ഒരു ലേവായനും അവിടെ വന്നപ്പോൾ അവനെ കണ്ടെങ്കിലും കടന്നുപോയി. എന്നാൽ ഒരു സമറിയാക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്നു. അവനെ കണ്ട് മനസ്സലഞ്ഞ് അടുത്തു ചെന്ന് എണ്ണയും വീഞ്ഞുമൊഴിച്ച് അവൻ്റെ മുറിവുകൾ വെച്ച് കെട്ടി. തൻ്റെ കഴുതയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു. അടുത്ത ദിവസം അവൻ സത്രപ്പ് സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ 2 ദനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം. കൂടുതലായി എന്തെങ്കിലും ചിലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. കവർച്ചക്കാരുടെ കയ്യിൽ അകപ്പെട്ട ആ മനുഷ്യന് ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി വർദ്ധിച്ചത്? അവനോട് കരുണ കാണിച്ചവൻ എന്ന് നിയമജ്ഞൻ പറഞ്ഞു. യേശു പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മളിപ്പോൾ വായിച്ച് കേട്ടത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ദൈവവചന ഭാഗമാണ്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ. എന്തിനെക്കുറിച്ചാണ് കേട്ടത് നിങ്ങൾക്കറിയാവോ? എന്തിനെക്കുറിച്ചാണ് കേട്ടത്? കണ്ണുകൾ അടച്ചിരുന്നുകൊണ്ട് നിങ്ങൾ കിടന്ന് ഉറങ്ങുമായിരുന്നു, നിന്നുകൊണ്ടുറങ്ങാൻ. എന്തിനെക്കുറിച്ചാണ് കേട്ടത്? എൻ്റെ സ്വഭാവ രീതി നിങ്ങൾ കുറച്ചു പേർക്കെങ്കിലും അറിയായിരിക്കും. ഞാൻ എന്തെങ്കിലും പറയും, നിങ്ങൾ എന്തെങ്കിലും കേട്ടിട്ട് നിങ്ങളുടെ വീട്ടിൽ പോകും എന്നൊരു രീതിയല്ല എൻ്റെ സ്വതവേയുള്ള രീതി. ഞാൻ ചില ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ അതിന് ഉത്തരം പറയണം. അങ്ങനെ നമ്മൾ ചോദ്യവും ഉത്തരവുമായിട്ടായിരിക്കും നമ്മുടെ ഈ വചനപ്രഘോഷണം മുമ്പോട്ട് പോവുക. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് സഹിച്ചേ പറ്റത്തുള്ളൂ, വേറെ നിർവാഹമില്ല. ഇന്ന് ഞാൻ ആ വചനം പങ്കുവയ്ക്കാൻ പോകുന്നത് അതുകൊണ്ടാണ്. നമ്മളിപ്പോൾ വായിച്ചു കേട്ട ഭാഗം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്, അല്ലേ? എന്താണ് ആ വചനത്തിലെ ഭാഗം? ഏത് ഉപമയാണ്? നല്ല സമറിയ. നിങ്ങളെല്ലാവരും ബൈബിൾ കൊണ്ടുവന്നിട്ടുണ്ടോ? ബൈബിളുണ്ടോ? ബൈബിൾ ഇല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ബൈബിളുകൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ബൈബിൾ, വായിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ബൈബിൾ അടുത്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുക്കുക. നമ്മൾ ബൈബിൾ കൊണ്ടുപോകാനും കൊണ്ടുവരാനും മടി കാണിക്കരുത്, കേട്ടോ. ഇപ്പം മൊബൈലിലെല്ലാം ബൈബിളുണ്ട്. ബൈബിൾ ഉണ്ടെങ്കിൽ അത് എടുക്കുവാനും ശ്രദ്ധിച്ചാലും മതി. നമ്മൾ വായിച്ച് കേട്ടത് ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 22 മുതലുള്ള വാക്യമാണ്. ഏത് ഉപമയാണ് നമ്മൾ വായിച്ച് കേട്ടത്? വായിക്കാൻ അറിയാവുന്നവർ മാത്രം ബൈബിൾ എടുത്താൽ മതി, കണ്ണാടി ഇല്ലെങ്കിൽ വേണ്ട. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 22 മുതലുള്ള വാക്യം നിങ്ങൾ എടുത്തു വെച്ചാൽ മതി. ഏത് ഉപമയാ പറഞ്ഞത്? നിങ്ങൾ ഉറക്കെ ഒന്ന് പറഞ്ഞ്, ഏത് ഉപമയാ? നല്ല സമറിയാക്കാരൻ്റെ ഉപമ. അവിടെ എവിടെയെങ്കിലും പറയുന്നുണ്ടോ
ഈ സമറിയാക്കാരൻ നല്ലതായിരുന്നുവെന്ന്? അതുകൊണ്ടാണ് നിങ്ങളെ ബൈബിൾ എഴുതിച്ച്. അവിടെ എവിടെയെങ്കിലും പറയുന്നുണ്ടോ ഈ സമറിയാക്കാരൻ നല്ലതായിരുന്നുവെന്ന്? തലക്കെട്ടല്ല പ്രധാനപ്പെട്ട കാര്യം. തലക്കെട്ട് ദൈവവചനത്തിൻ്റെ ഭാഗമല്ല. തലക്കെട്ടല്ലാതെ വചനത്തിൽ പറയുന്നുണ്ടോ ഈ സമറിയാക്കാരൻ നല്ല സമറിയാക്കാരൻ ആയിരുന്നുവെന്ന്? എന്തോ? പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞത് ഈ സമറിയാക്കാരൻ നല്ലതായിരുന്നുവെന്ന്? വചനത്തിലില്ലാത്ത കാര്യം പറയരുത്. ഈശോയുടെ കുരിശിൽ കിടന്നിരുന്ന കള്ളന്മാരുണ്ടായിരുന്നു അല്ലേ? ഒരു കള്ളൻ പറഞ്ഞു, നീ പറുദീസായിലായിരിക്കുമ്പോൾ എന്നെയും കൂടി ഓർക്കണമേ. ഏത് കള്ളനാ പറഞ്ഞ? ഏത് കള്ളനാ പറഞ്ഞത്? ഏത്? വലത്ത് വശത്ത് കിടന്ന കള്ളനാ പറഞ്ഞതെന്ന് വചനത്തിൽ നോക്കി പറയുവാണെങ്കിൽ ഞാൻ സമ്മതിക്കാം. പറയുന്നുണ്ടോ? ഏതെങ്കിലും വചനത്തിൽ പറയുന്നുണ്ടോ വലതുവശത്ത് കിടന്ന കള്ളനാന്ന്? ഉണ്ടോ? ഉണ്ടോ? ഈ കള്ളനെ നമ്മൾ വിളിക്കുന്ന പേര് നല്ല കള്ളൻ. പറയുന്നത് തെറ്റാണെന്നല്ല അച്ഛൻ പറയുന്നത്. ഒരിക്കലും ചേരാത്ത ചില കാര്യങ്ങൾ തമ്പുരാൻ ചേർക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും ചേരാത്ത ചില കാര്യങ്ങളാണ്. കള്ളൻ എങ്ങനെയാണ് നല്ല കള്ളനാകുക? കള്ളൻ നല്ല കള്ളനാകുമോ? സമറിയാക്കാരൻ നല്ല സമറിയാക്കാരനാവോ? സമറിയാക്കാരൻ നമുക്കറിയാം ഏറ്റവും വെറുക്കപ്പെട്ട ഒരു സമൂഹമാണ്. യഹൂദരെ സംബന്ധിച്ചോളം വെറുക്കപ്പെട്ട ഒരു സമൂഹമാണ് സമറിയാക്കാരൻ. ഈ സമറിയാക്കാരനെയാണ് നമ്മൾ പറയുക നല്ല സമറിയാക്കാരൻ. കർത്താവിൻ്റെ ഒരു വശത്ത് കിടന്ന കള്ളനെയാണ് നമ്മൾ വിളിക്കുക നല്ല കള്ളൻ. ചേരാത്തതിനെ ചേർക്കുന്നതാണ് തമ്പുരാൻ്റെ കളികൾ. ചേരാത്തതിനെ ചേർക്കുകയാണ്. അതാണ് തമ്പുരാൻ പറഞ്ഞത്, ഞാൻ വന്നിരിക്കുന്നത് ആരെ അന്വേഷിച്ചാ? പാപികളെ അന്വേഷിച്ചാണ് വന്നേക്കുന്നത്. ഞാൻ വന്നിരിക്കുന്നത് പാപികളെ അന്വേഷിച്ചാണ്. നമുക്കിനിയും ദൈവവചനത്തിലേക്ക് പോകാം. ഈ ദൈവവചനം നമുക്കറിയാം, നമ്മൾക്ക് നല്ല സമറിയാക്കാരനും തന്നെയായിട്ട് നമുക്ക് അത് കണക്കാക്കാം. നമുക്കറിയാം ഈ വചനം തമ്പുരാൻ പറയുന്നത് ഒരു ഉദ്ദേശത്തോടെയാണ്. ആ നിയമജ്ഞനൊരു ചോദ്യം ചോദിച്ചു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? ഈ ചോദ്യത്തിന് തമ്പുരാൻ നൽകിയ ഉത്തരമാണ് ഈ സമറിയാക്കാരൻ്റെ ഉപമ. നമുക്കറിയാം നല്ല സമറിയാക്കാരൻ്റെ ഉപമ നമ്മൾ പറയുമ്പോൾ എപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറയുക. അപ്പോൾ ഇന്നത്തെ ഈ വചന പ്രഘോഷണം 3 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഒന്ന്, എന്താ ചെയ്യേണ്ടത്? എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? രണ്ടാമത്തെ കാര്യം, എങ്ങനെയാണ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് ചെയ്യേണ്ടത്? മൂന്നാമത്തെ കാര്യം, എത്രമാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്? 3 കാര്യങ്ങൾ മനസ്സിലായോ? നല്ല കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ വചനഭാഗം അടച്ചു വെക്കല്ലേ, തുറന്നു തന്നെ വെച്ചോണം കേട്ടോ. വേറൊന്നും ഉണ്ടായിട്ടില്ല, നമുക്ക് വചനത്തിലേക്ക് പോകേണ്ടി വരും. ഒന്ന്, എന്താ ചെയ്യേണ്ടത്? രണ്ടാമത്തെ കാര്യം, എങ്ങനെയാ ചെയ്യേണ്ടത്? മൂന്നാമത്തെ കാര്യം, എത്രമാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്? ആദ്യത്തെ ചോദ്യമാണ് നമ്മൾക്ക് ഉത്തരം കണ്ടെത്താൻ നമ്മൾ ആഗ്രഹിക്കുക. എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ? ഞങ്ങളുടെ സമയത്ത് ആദ്യമൊക്കെ 11 വർഷമായിരുന്നു പട്ടം സ്വീകരിക്കാനുള്ള വർഷം. ഞങ്ങളുടെ സമയം വന്നപ്പോൾ മൈനർ സെമിനാരി 3-ാം വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സമയം തൊട്ടാണ് മൈനർ സെമിനാരി അറിയാലോ, കുറിച്ചിയിലാണ്. ഈ മൈനർ സെമിനാരിയിൽ 4-ാം വർഷം തുടങ്ങിയത് ഞങ്ങളുടെ സമയത്താണ്. അപ്പോൾ ഞങ്ങളുടെ സമയത്ത് അതിന് നേതൃത്വം നൽകിയത് ബഹുമാനപ്പെട്ട കുര്യൻ ചക്കുപുരയ്ക്കൽ അച്ഛൻ എന്ന് പറഞ്ഞ ഒരു അച്ഛനായിരുന്നു ഞങ്ങളുടെ കൂടെ ഉണ്ടായത്. അച്ഛനാണ് ഞങ്ങളുടെ ഈ 4-ാം വർഷം ഫോർമേഷൻ്റെ ഡയറക്ടറായിരുന്ന ചക്കുപുരയ്ക്കൽ അച്ഛനാണ്.
ഒരിക്കലും അദ്ദേഹം രാവിലെ ഈ അച്ഛൻ എഴുന്നേറ്റിട്ട്, ഞങ്ങൾക്ക് പ്രത്യേക ഒരു പഠന പദ്ധതികളൊന്നുമില്ല. ചില ദിവസങ്ങളൊക്കെ ഞങ്ങൾ കുറച്ച് മാസങ്ങൾ നവജീവന് പോയി ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. പല ഇങ്ങനെ സ്ഥാപനങ്ങളൊക്കെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു പ്രത്യേക ഒരു വർഷമായിരുന്നു ഈ 4-ാം വർഷം. പൗത്രപിതാവിൻ്റെ വലിയൊരു ദർശനമായിരുന്നു ഈ 4-ാം വർഷം. അപ്പം അങ്ങനെ ഒരിക്കൽ അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഞങ്ങളോട് പറഞ്ഞു, ഇന്ന് ഉച്ച കഴിഞ്ഞ് നിങ്ങളെ ഞാൻ ഈ 2 പേരായിട്ട് വിടുന്നുണ്ട്. നിങ്ങൾക്ക് 5 രൂപയും തരും, ഓരോരുത്തർക്ക് 5 രൂപയും തരും. പക്ഷെ നിങ്ങൾ ഈ 2 പേരായിട്ട് പോകണം. നിങ്ങൾക്ക് എന്ത് നന്മ പ്രവൃത്തികളും നിങ്ങൾക്ക് ചെയ്യാം. ഈ 5 രൂപ വെച്ച് നിങ്ങൾക്ക് എന്തും ചെയ്യാം. 2 മണിക്ക് ഉച്ചയ്ക്ക് ചോറിട്ട് ഞാൻ വിടും. വൈകുന്നേരം 6 മണിക്ക് നിങ്ങൾ തിരിച്ച് സെമിനാരി എത്താൽ മതി. അന്നത്തെ 5 രൂപ എന്ന് പറഞ്ഞാൽ മൂല്യമുള്ള സമയമായിരുന്നു. അന്ന് 5 രൂപയ്ക്ക് 5 പൊറോട്ട കിട്ടുന്ന സമയമായിരുന്നു. കൃത്യം പറഞ്ഞാൽ അതാണ്. ആ ഒരു സമയത്താണ് 5 രൂപ ഞങ്ങൾക്ക് തന്നത്. അപ്പം ഞാനും എൻ്റെ ഒരു സുഹൃത്തും, അദ്ദേഹം ഇപ്പം വൈദികനല്ല, അദ്ദേഹം ഒരു കുടുംബജീവിതം നയിക്കുക, ഞാനും അദ്ദേഹവുമാണ് കൂടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ എന്ത് ചെയ്തു, അന്ന് കുറിച്ചി മൈനസ് സെമിനാരിയില്ല, കുറിച്ചിയില്ല താമസിക്കും. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്ക് ഒരു കാര്യം ചെയ്യാം, കൊന്ത ചൊല്ലി ചങ്ങനാശ്ശേരി വരെ നടക്കാം. കൊന്ത ചൊല്ലി ചങ്ങനാശ്ശേരി വരെ നടക്കാം. എന്നിട്ട് നമുക്ക് കിട്ടിയ ഈ 5 രൂപ ആദ്യമേ കാണുന്ന, അന്നൊക്കെ ഒത്തിരി യാചകരുണ്ടായിരുന്ന സമയമാണ്, നമുക്ക് ആദ്യമേ കാണുന്ന യാചകന് ഈ 10 രൂപ കൊടുക്കാം. ഇതാണ് ഞങ്ങളുടെ ചിന്താഗതി. അപ്പം ഞങ്ങൾ ചിന്തിച്ചു, ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം. കാരണം ഞങ്ങൾ ചങ്ങനാശ്ശേരി വരെ നടക്കുകയാണോ, നടക്കുകയല്ല, ജപമാലകൾ ചൊല്ലി നടക്കുകയാണ്. അന്ന് ഞങ്ങളുടെ വേഷവും എന്ന് പറഞ്ഞാൽ വെള്ള ഉടുപ്പും അന്ന് പാൻസാണ്. ഞങ്ങളുടെ മൈനസ് സെമിനാരി സാധാരണ ഒറ്റമുണ്ടായിരുന്നു, പക്ഷേ 4th ഇയർ വന്നപ്പോൾ പാൻസാകുമ്പോൾ ഞങ്ങൾ പാൻസും വെള്ള ഷർട്ടും ഇട്ട് കുറിച്ചി മുതൽ ചങ്ങനാശ്ശേരി വരെ കൊന്തം ചൊല്ലി നടന്നു. എന്നിട്ട് അന്ന് ഷീമാട്ടി, ആ ട്രാഫിക് ജംഗ്ഷൻ അവിടെ ഒരു ഷീമാട്ടി ഉണ്ടായിരുന്നു. ഇപ്പോൾ DDRC എന്ന് പറഞ്ഞൊരു ലാബാണ് ഉള്ളത്. ഞാൻ എപ്പോഴും അവിടെ കാണുമ്പോൾ അത് ഓർക്കും. അത് ഷീമാട്ടിയായിരുന്നു. ആ ഷീമാട്ടിയുടെ വാതിക്കെ ഒരു യാചകൻ, ഒരു തമിഴ്നാട്ടുകാരൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ കിട്ടിയ ഈ 10 രൂപ ഈ പുള്ളിക്ക് കൊടുത്തു. 10 രൂപ കൊടുക്കുക മാത്രമല്ല, ഞാൻ അവനോട്, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബ്രദറിനോട് പറഞ്ഞു, നമുക്കെന്ത് ചെയ്യാം, ഈ യാചകൻ്റെ ഒപ്പം ഇരുന്ന് ഒരു കുശലാന്വേഷണം നടത്താം. എന്തൊക്കെ ചുമ്മാ കൊടുത്തിട്ട് പോകുന്നിട്ട് എന്താ കാര്യം ഇരിക്കുക, ആർക്കും കൊടുത്തിട്ട് പോരാമല്ലോ. നമുക്ക് ഈ പുള്ളിയുടെ കൂടെ ഇരുന്ന് കുറച്ച് നേരം സമയം ചിലവാക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ 2 പേരും ഈ പുള്ളിയുടെ കൂടെ ഇരുന്നു. ഞങ്ങൾ ചങ്ങനാശ്ശേരി 2 മണിക്ക് ഞങ്ങൾ ഇന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഏകദേശം 3:30 ആയപ്പോഴാണ് ചങ്ങനാശ്ശേരി എത്തിയത്. അപ്പോൾ ഈ കൃത്യസമയത്താണ് സ്കൂളും കോളേജും ഒക്കെ വിടുന്ന സമയം. ഈ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബ്രദറിൻ്റെ വീട് ഇവിടെ ചെത്തിപ്പുഴയ്ക്ക് അടുത്താണ് എൻ്റെ വീട്. അപ്പോൾ അവൻ്റെ ഒത്തിരി കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. കൂട്ടുകാരൊക്കെ പോകുന്ന വഴിക്ക് ഞങ്ങൾ 2 പേരും ഈ യാചകൻ്റെ കൂടെ ഇരുന്ന് കുശലാന്വേഷണം. എന്നെ ഒന്നും അത്രയും അറിയത്തില്ല, എൻ്റെ വീട് കൂത്രപ്പള്ളി ആയതുകൊണ്ട് എന്നെ ഒന്നും ഈ ഭാഗത്തുള്ളവരെ അറിയത്തില്ല, പക്ഷേ ഇവനെ എല്ലാവർക്കും അറിയാം. അപ്പോൾ കൂട്ടുകാർ വന്ന്, ഇവൻ്റെ കൂടെ പഠിച്ചവരെല്ലാം വന്ന് ചോദിക്കും, നീ എന്നാടാ ഇവിടെ ഇരിക്കുന്നത്, നിനക്ക് എന്നാ പറ്റി എന്നൊക്കെ ഇവനോട് ചോദിക്കുന്നു. ഇവൻ ആ സമയത്ത് കൂട്ടുകാരെ മാറ്റി നിർത്തി ഞങ്ങൾ ഒരു പ്രത്യേക പരിപാടിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുവാണ്. ഞങ്ങളുടെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞ് ഞങ്ങളുടെ സെമിനാരിലെ ഒരു പ്രത്യേക ഒരു പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളാണ് വന്നേക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരൊക്കെ ഒന്ന് ഒഴിവാക്കി. ഞങ്ങൾ കുറച്ച് നേരം ഈ പുള്ളിയുടെ കൂടെ ഇരുന്നു. തമിഴ്നാട്ടുകാരൻ, പുള്ളിയുടെ പേരൊക്കെ പറഞ്ഞു, പേരൊക്കെ ഞാനിപ്പോൾ ഓർക്കുന്നില്ല, പേരൊക്കെ പറഞ്ഞ് കുറേ നേരം പുള്ളിയുടെ കൂടെ ഇരുന്നു. പുള്ളിക്ക് സന്തോഷമായി. ഈ സന്തോഷം കണ്ടപ്പോൾ ഞങ്ങൾക്കും സന്തോഷമായി. ഞങ്ങളെന്തോ വലിയ കാര്യം ചെയ്ത മട്ടിൽ ഞങ്ങൾ പിന്നെ കാശില്ല, പിന്നെയും തിരിച്ച് നടന്നു. അന്ന് ഞങ്ങൾ ഈ പ്രത്യേക പരിപാടിക്ക് വിടുമ്പോൾ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞ ഒരു വാക്യമുണ്ട്. ആ വാക്യം മദർ തെരേസയുടെ വാക്യമാണ്. മദർ തെരേസയുടെ ആത്മകഥ ഈ പേരിലാണ് അറിയപ്പെടുന്നത്. ഡു സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്. എന്തെങ്കിലും മനോഹരമായത് ദൈവത്തിന് വേണ്ടി ചെയ്യുക എന്ന വാക്യമാണ് ഞങ്ങൾക്ക് തന്നത്. അപ്പോൾ ഞങ്ങൾ ഈ തിരിച്ചു പോകുന്ന വഴിക്ക് ഞങ്ങൾ ചിന്തിച്ചു, ഞങ്ങൾ ചെറിയ കാര്യങ്ങളൊന്നും അല്ല ചെയ്തത്, ഞങ്ങൾ ചെറിയ ബ്യൂട്ടിഫുള്ളായിട്ട് കാര്യങ്ങളല്ല ചെയ്തത്, ഞങ്ങൾ എന്തോ വണ്ടർഫുൾ കാര്യമാണ് ചെയ്തത്, ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ. അന്ന് ഞങ്ങളുടെ കൊച്ചു മനസ്സിൽ തോന്നിയ കാര്യമാണ്. ഞങ്ങൾ എന്തോ വലിയ കാര്യമാണ് ചെയ്തു പോയിട്ടുള്ളത്. 10 രൂപ ഞങ്ങൾ ലാഭിച്ചു.
ഒരു യാചകൻ്റെ കൂടെ ഇരുന്ന് ഞങ്ങൾ അവനോട് കുശലാന്വേഷണം നടത്തി. ഞങ്ങൾ വലിയ കാര്യങ്ങളാണ് ചെയ്തതെന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് 6 മണിയായപ്പോൾ സെമിനാരി എത്തിയതിന് ശേഷം അച്ഛന് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ പല കാര്യങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ചെമ്മാച്ചന്മാർ ചെയ്തിട്ടുണ്ട്. ചിലർ വീടുകൾ കയറി പൊതിച്ചോറ് മേടിച്ച് യാചകർക്കൊക്കെ കൊണ്ടുകൊടുത്തു. അങ്ങനെ പല കാര്യങ്ങൾ ഇവർ ചെയ്തു. അപ്പം ഞാനും ഇവനും കണ്ണി നോക്കി നിൽക്കുക. ഞങ്ങൾ ഏതാണ്ട് വലിയ കാര്യങ്ങൾ ചെയ്ത മട്ടിലാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞങ്ങളുടെ കാര്യമാണ് ഷൂ ആയിട്ട് മാറിയ കാര്യം. അപ്പം ഞാൻ ഇവനെ കണ്ണിക്കൊണ്ട് വണ്ടർഫുൾ ഫോർ ഗോഡ് അല്ല, ബ്യൂട്ടിഫുൾ ഫോർ ഗോഡും അല്ല, ചുമ്മാ എന്തൊക്കെ ചെയ്തു എന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാം ഷെയറിങ് കഴിഞ്ഞിട്ട് അപ്പോൾ ഞങ്ങളുടെ ചെറിയ മനസ്സിലുണ്ടായിരുന്ന ചിന്ത, അച്ഛന് ഇവരെ പുകഴ്ത്തി പറയും, ഇവർ വന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ചോറൊക്കെ മേടിച്ചു കൊടുത്തു, പലരും പല കാര്യങ്ങൾ, അത്ഭുതമായ ചില കാര്യങ്ങൾ ഇവരെല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മൾ നിസ്സാര കാര്യം നമ്മളെയൊക്കെ തള്ളി പറയും. നമുക്കെന്നാ ഇവരെ പോലെ ചിന്തിക്കാതെ പോയത്, നമുക്ക് ഇവരെ പോലെ ചിന്തിക്കാമായിരുന്നല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ബഹുമാനപ്പെട്ട ചക്കുപുരക്കലെ അച്ഛൻ പറയുക, നിങ്ങളെല്ലാവരും ചെയ്തത് ദൈവത്തിന് വേണ്ടിയുള്ള മനോഹരമായ കാര്യങ്ങളാണ്. ആരും വലിയ കാര്യങ്ങൾ ചെയ്തിട്ടില്ല, ആരും ചെറിയ കാര്യങ്ങളും ചെയ്തിട്ടില്ല. എല്ലാവരും ചെയ്തത് തുല്യമായ കാര്യമാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ എത്രമാത്രം ശതമാനത്തോടെയാണ് ചെയ്യുക, അതാണ് തമ്പുരാൻ നോക്കുന്നത്. നിങ്ങൾ എത്രമാത്രം തമ്പുരാൻ്റെ മുമ്പിൽ വിശ്വസ്തയോടെ ആത്മാർത്ഥതയോടെ നിങ്ങൾക്ക് കഴിയുന്നതനുസരിച്ച് ചെയ്യുന്നു, അതാണ് തമ്പുരാൻ നോക്കുന്നത്. അല്ലാതെ ഇവർ ചെയ്തതാണ് വലിയ കാര്യങ്ങൾ, ഞാൻ ചെയ്യുന്നത് ചെറിയ കാര്യം, അതല്ല തമ്പുരാൻ നോക്കുക. നമ്മൾ എത്രമാത്രം ആത്മാർത്ഥമായിട്ടാണോ ചെയ്യുക, ആ ആത്മാർത്ഥതയാണ് തമ്പുരാൻ നോക്കുക. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 41-ാം വാക്യത്തിൽ കർത്താവ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ ചെറിയ ഒരുവന് നിങ്ങൾ ഒരു പാത്രം വെള്ളം ആത്മാർത്ഥമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. കൃത്യമായി തമ്പുരാൻ പറയും, നിങ്ങൾ ചെയ്യുന്ന കാര്യം ആത്മാർത്ഥമായിട്ടാണോ ചെയ്യുക, അതാണ് തമ്പുരാന്റെ മുമ്പിൽ വിലയുള്ളത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആത്മാർത്ഥമായിട്ട് ചെയ്യുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മോശയെ തമ്പുരാൻ വിളിക്കുമ്പോൾ മോശയോട് തമ്പുരാൻ പറയുന്ന ഒരു വലിയൊരു കാര്യമുണ്ട്. എന്താ കാര്യം എന്നറിയോ? മോശയുടെ ദൈവവിളിയെക്കുറിച്ച് നമുക്ക് പഴയ നിയമത്തിലുണ്ട് ഇല്ലേ? മോശയെ തമ്പുരാൻ വിളിക്കും. ആടുകളെ മേയ്ക്കുന്ന സമയത്താണ് തമ്പുരാൻ മോശയെ വിളിക്കുക. തമ്പുരാൻ മോശയെ വിളിക്കുമ്പോൾ മോശയ്ക്ക് ആദ്യം ഉണ്ടായിരുന്ന ഒരു അത്ഭുതമാണ്. എന്താ അത്ഭുതം എന്ന് പറഞ്ഞാൽ, ഈ മുൾപ്പടർപ്പ് കത്തുന്നുണ്ട്, പക്ഷേ കത്തി എരിയുന്നില്ല. ആ ഒരു കാര്യം അവിടെ നിൽക്കട്ടെ. ഈ മോശ തമ്പുരാൻ്റെ മുമ്പിലേക്ക് അടുത്ത് വന്നപ്പോൾ തമ്പുരാൻ ആദ്യമേ പറഞ്ഞ മോശയോടൊരു കാര്യം എന്താ? നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്, നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക. ഇത് നമ്മൾ പലപ്പോഴും ദേവാലയത്തിൻ്റെ പുറത്ത് ഒട്ടിച്ചു വെക്കുന്ന ഒരു വചനമായിട്ട് മാത്രമേ ഒതുങ്ങിപ്പോകുന്ന ഒരു വചനം ഇല്ലേ? നിങ്ങൾ ദേവാലയത്തിൻ്റെ ഒക്കെ പുറത്ത്, ചില ദേവാലയത്തിൽ പുറത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ, ഈ സ്ഥലം പരിശുദ്ധമാണ്, നിൻ്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക. ഞാനിപ്പം ചെരുപ്പിട്ടോണ്ടാണ് ഇവിടെ നിൽക്കുന്നത്, കാരണം എൻ്റെ കാലയിൽ ഒരു ഓപ്പറേഷൻ ഉള്ളതുകൊണ്ടാണ്. നിങ്ങളത് തെറ്റിദ്ധരിക്കല്ലേ. എന്താണ് തമ്പുരാൻ പറയുക? നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്, നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക. ഈ വചനത്തിൻ്റെ പൊരുൾ എന്താണ് ഈ വചനത്തിൻ്റെ പൊരുൾ? നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം പരിശുദ്ധമാണ്. പണ്ടൊക്കെ എൻ്റെ മമ്മിയുടെ അപ്പനെയും അമ്മയും മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഡാഡിയുടെ അപ്പനെയും അമ്മയും ഞാൻ കണ്ടിട്ടില്ല. അപ്പോഴൊക്കെ അവധിക്കൊക്കെ ഈ വല്യപ്പൻ്റെ ഒക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ വല്യപ്പന് ഒരു ചാരുകസരയുണ്ട്. വല്യപ്പന്മാർക്ക് ഈ ചാരുകസര ഉണ്ടല്ലേ, ഈ തുണി കൊണ്ട് കമ്പൊക്കെ ഇട്ട് വെക്കുന്ന ഒരു ചാരുകസര. ഈ ചാരുകസരയിൽ ഒരു മനുഷ്യനും
തൊടുത്തില്ല. നിങ്ങളുടെ കാലത്ത് അങ്ങനെ കണ്ടിട്ടുണ്ടോ? തൊടുത്തില്ല. ഞങ്ങളെ കൊച്ചുമക്കൾ ചിലപ്പം അതിൻ്റെ മേളിൽ കയറുന്ന ഉരുണ്ട് കളിച്ചു നിന്നിരിക്കും. വേറൊരു മനുഷ്യനും ഈ സാധനത്തെ ഇരിക്കത്തുപോലും ഇല്ല. വളരെ ഭയഭക്തി ആദരവോടുകൂടിയാ ഈ ചാരുകസേരയിലെ തുണി പോലും അലുക്കാൻ എടുക്കുന്നത്. ഒരു മനുഷ്യനും അത് എടുക്കത്തില്ല, തൊടുത്തില്ല, ഇരിക്കത്തില്ല. അങ്ങനെ മാറ്റപ്പെട്ട ചില വസ്തുക്കൾ നമ്മുടെയൊക്കെ പഴയ കുടുംബത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ എന്തെങ്കിലും ഒരു കസേരയോ എന്തെങ്കിലും വിശേഷപ്പെട്ടത് നിങ്ങളുടെ വീടുകളിലുണ്ടോ? ഇല്ല. ആ പരിശുദ്ധിയുടെ കാഴ്ചപ്പാട് നമുക്ക് നഷ്ടപ്പെടുകയാണ്. പരിശുദ്ധിയുടെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. നമ്മൾ പൂർവികരെ നമുക്ക് നൽകിയ പരിശുദ്ധിയുടെ ഒരു കാഴ്ചപ്പാട്. ഇപ്പൊ എന്തെങ്കിലും കാര്യം പരിശുദ്ധമുണ്ടോ? ശരീരം പരിശുദ്ധമാണോ? നമ്മൾ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാക്കി നമുക്ക് മാറ്റാൻ പറ്റുന്നുണ്ടോ? നിൽക്കുന്ന സ്ഥലം ദേവാലയം മാത്രമല്ല, നീ നിൽക്കുന്ന ഭവനം, നീ നിൽക്കുന്ന ജോലിസ്ഥലം, നീ കാണുന്ന വ്യക്തികൾ, ഇതൊക്കെ പരിശുദ്ധമായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിച്ചാലുണ്ടല്ലോ ആത്മാർത്ഥമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും മറ്റുള്ളവർക്ക്. നമുക്ക് ഈ പരിശുദ്ധിയുടെ കാഴ്ചപ്പാട് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ഇല്ലേ? ഇല്ലേ? നിങ്ങൾ പറ. പരിശുദ്ധിയുടെ കാഴ്ചപ്പാട്, ആയിരിക്കുന്ന ഭവനം, ആയിരിക്കുന്ന ജോലിസ്ഥലം, കാണുന്ന വ്യക്തി എല്ലാം പരിശുദ്ധരാണ്. ഈ ബോധ്യമില്ലെങ്കിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് അവർക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. എന്തുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും, ഈ ചെമ്മാച്ചന്മാർ രണ്ടുപേരും ഈ യാചകന്റെ മുമ്പിൽ ഇരുന്നത്? ഞങ്ങൾ ഈ വ്യക്തിയെ പരിശുദ്ധമായി കണ്ടുകൊണ്ടാണ്. ആ വ്യക്തിക്ക് ഒരു ധാരണ, ആ വ്യക്തി എന്തുകൊണ്ടാണ് ഞങ്ങളോട് ആ കാര്യങ്ങൾ പറഞ്ഞത്? ആ വ്യക്തിക്ക് ഒരു ധാരണ ഉണ്ടായി, എന്നെ എന്തോ ഗൗരവത്തോടെ ഈ വ്യക്തി എടുത്തിട്ടുണ്ട്. ഈ രണ്ടുപേരും അല്ലേ, ഗൗരവത്തോടെ എടുത്തിട്ടുണ്ട്. മറ്റുള്ളവരെ ഗൗരവത്തോടെ എടുക്കാൻ എന്തുകൊണ്ട് നമുക്ക് കഴിയാതായി പോകുന്നുണ്ട്? മറ്റുള്ളവരെ എന്തുകൊണ്ട് പരിശുദ്ധരാണ് എന്നൊരു ചിന്ത നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ഈ നഷ്ടപ്പെടുന്നുണ്ടാണ് പല കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റാതായി പോകുന്നത്. പരിശുദ്ധിയുടെ കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നീ നിൽക്കുന്ന സ്ഥലം, നീ കാണുന്ന വ്യക്തികൾ എല്ലാം പരിശുദ്ധരാണ് എന്ന ബോധ്യം ഉണ്ടാകണം. ഞാനാണ് പാപി എന്ന ബോധ്യം ഉണ്ടാകണം. ബാക്കിയുള്ളവരെല്ലാവരും പരിശുദ്ധരാണ് എന്നൊരു ചിന്ത ഉണ്ടാകണം. അതുകൊണ്ടാണ് ഇത്രമാത്രം സുവിശേഷം പ്രസംഗിച്ച ഒരു വ്യക്തിയാണ് പൗലോസ്ലീഹ. പൗലോസ്ലീഹ പറയുന്നത് എന്താണെന്നറിയോ? ഞാൻ പാപികളിൽ ഒന്നാമനാ. ഇത്രമാത്രം സുവിശേഷം പ്രസംഗിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുക, സുവിശേഷം പ്രസംഗിക്കുന്നവന്റെ പാദങ്ങൾ എത്രയോ സുന്ദരം. സുവിശേഷം പ്രസംഗിക്കുന്നവന്റെ പാദങ്ങളാണ് സുന്ദരമായിട്ടുള്ളത്. സുവിശേഷം പ്രസംഗിക്കുന്നവന്റെ നാവാ സുന്ദരമാകേണ്ടത്. നാക്കൊണ്ടാ പ്രസംഗിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുക, റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലാണ് പറയുന്നത്, വചനം പ്രസംഗിക്കുന്നവന്റെ നാവല്ല പരിശുദ്ധം, അവന്റെ പാദങ്ങളാണ് പരിശുദ്ധം. എന്തുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുക പാദങ്ങളാണ് പരിശുദ്ധം? എന്തുകൊണ്ടാ പറയുക? പറ. എന്തുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുക സുവിശേഷം പ്രസംഗിക്കുന്നവർ, എൻ്റെ നാവല്ല പരിശുദ്ധം, എൻ്റെ പാദങ്ങളാണ് പരിശുദ്ധം? എന്തുകൊണ്ടാണ് പൗലോസ്ലീഹ അങ്ങനെ പറയുക? എന്തുകൊണ്ടാ? കാരണം പൗലോസ്ലീഹ അനുഭവത്തിൽ നിന്ന് പറയുന്ന, ഞാൻ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് എടുത്ത കഷ്ടപ്പാടുകൾ, അതാണ് പരിശുദ്ധമായിട്ടുള്ളത്. സുവിശേഷം പ്രസംഗിക്കാനായിട്ട് ഞാൻ ചെയ്ത യാത്രകൾ, ഞാൻ എടുത്ത അധ്വാനം, ഞാൻ എടുത്ത ത്യാഗങ്ങൾ, ഞാൻ എടുത്ത ദുഃഖങ്ങൾ, ഞാൻ എടുത്ത രോഗങ്ങൾ, ഇതാണ് പരിശുദ്ധമായിട്ടുള്ളത്. നിന്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നന്മ ചെയ്യാൻ എടുക്കുന്ന കഷ്ടപ്പാടുകളാണ് പ്രധാനപ്പെട്ട കാര്യം. കഷ്ടപ്പാടുകളാണ് പ്രധാനം. ഞാൻ എടുക്കുന്ന ത്യാഗങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് മറ്റുള്ളവരെയും ആയിരിക്കുന്ന സ്ഥലങ്ങളെയും പരിശുദ്ധമായിട്ട് കാണാനുള്ള കാഴ്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്താ ചെയ്യേണ്ടത്? എന്തെങ്കിലും മനോഹരമായത് ആത്മാർത്ഥതയോടുകൂടി ചെയ്യാൻ സാധിക്കണം. ഒരു പാത്രം വെള്ളമെങ്കിലും ആത്മാർത്ഥമായിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കണം. മറ്റുള്ളവരെ പരിശുദ്ധനായിട്ട് കാണാൻ സാധിക്കണം. മറ്റുള്ളവരെ പരിശുദ്ധരായിട്ട് കാണാൻ സാധിക്കണം. ആ രീതിയിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കണം. എന്താ കൊടുക്കേണ്ടതിന് ഉത്തരമായി. രണ്ടാമത്തെ ചോദ്യം, എങ്ങനെയാ കൊടുക്കേണ്ടത്? എങ്ങനെയാ കൊടുക്കേണ്ടത്? ഇത് നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു കഥയായിരിക്കും. എന്നാൽ പോലും
ഒരിക്കൽ കൂടി നിങ്ങളൊന്ന് കേൾക്കുക. വിശുദ്ധ മദർ തെരേസയുടെ ജീവിതത്തിൽ ഒരു അനുഭവം, അത് പല ആവർത്തി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പക്ഷെ എന്നാലും നമ്മുടെ വചനത്തിൻ്റെ പൊരുളറിയാൻ വേണ്ടി നമുക്കൊന്നുകൂടെ അത് കേൾക്കാം. കഥയല്ല, സംഭവം ഇങ്ങനെയാണ്. മദർ തെരേസയ്ക്ക് ഒരാൾ ഒരു വലിയൊരു തുക സ്പോൺസർ ചെയ്യുക, ഒരു വലിയ തുക. തുക കൊടുത്തപ്പോൾ ഒരു ധനികനായ മനുഷ്യനായിരുന്നു. ഈ തുക കൊടുത്തപ്പോൾ മദർ തെരേസ ഒരു ചിരി പാസ്സാക്കി. അപ്പോൾ ഈ കൊടുത്ത വ്യക്തിക്ക് തോന്നി കൊടുത്ത തുക കുറഞ്ഞു പോയതുകൊണ്ടാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, എന്നാലും കേട്ടോ, കുറഞ്ഞു പോയതുകൊണ്ടാകും. അദ്ദേഹം ഓർത്തു ഇച്ചിരി വലിയ തുക കൊടുത്തേക്കാം. ഈ രണ്ടാമത്തെ തുക കൊടുത്തപ്പോഴും ആദ്യമേ കണ്ട ആ ചിരി തന്നെ മദർ തെരേസയ്ക്കുള്ളൂ. അതേ ഓർത്തു ഇതെന്നാ പിന്നെയും കുറഞ്ഞു പോയതുകൊണ്ടാവോ. വീണ്ടും തുക കൂട്ടിയപ്പോഴും മദർ തെരേസയ്ക്ക് ആദ്യം ഉണ്ടായിരുന്ന ചിരി തന്നെയുള്ളൂ. അപ്പോൾ ഈ മനുഷ്യനോർത്തു എന്തൊരു ആർത്തി പിടിച്ച സ്ത്രീയാ, എത്ര കൊടുത്തിട്ടും ചിരിക്കുന്നില്ല, എന്തൊരു ആർത്തി. അപ്പോൾ ഈ വ്യക്തി മദർ തെരേസയോട് ചോദിച്ചു, ഞാൻ എത്രമാത്രം തരണം, ഒന്ന് നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് ചിരിക്കാനും ഞാൻ എത്ര തുക നൽകണം? അപ്പോൾ മദർ തെരേസ ഈ വ്യക്തിയോട് പറഞ്ഞ ഒരു കാര്യം ഇതാണ്: നിനക്ക് പരിക്കേൽക്കുന്നത് പോലെ കൊടുക്കുക, നിനക്ക് പരിക്കേൽക്കുന്നത് പോലെ കൊടുക്കുക, നിനക്ക് വേദനിക്കുന്നത് പോലെ കൊടുക്കുക. എങ്ങനെയാ കൊടുക്കേണ്ടത്? വേദനിക്കുന്നത് പോലെ കൊടുക്കാൻ സാധിക്കാം. എങ്ങനെയാ വേദനിക്കുക? നമുക്ക് ഉള്ളത് മൊത്തം കൊടുക്കുമ്പോഴാണ് വേദനിക്കുക. ഇത് സമ്പത്തിൻ്റെ കാര്യമായിട്ട് മാത്രമായി നിങ്ങൾ എടുക്കരുത്. പലതും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊടുക്കാനുണ്ട്. നമ്മളെപ്പോഴും കൊടുക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും സമ്പത്തായിട്ട് നമ്മൾ ചുരുക്കി കളയാറുണ്ട്. സമ്പത്ത് മാത്രമല്ല പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓരോ വ്യക്തികൾക്കും പ്രധാനപ്പെട്ട കാര്യം സമ്പത്തല്ല. നമ്മുടെ സമയമാകാം, നമ്മുടെ ആരോഗ്യമാകാം, നമ്മുടെ കഴിവുകളാകാം. ഇത് പലതും നമുക്ക് കൊടുക്കാനുണ്ട്. ഈ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് വേദന ഉണ്ടാകണം. നമുക്ക് വേദനിച്ച് കൊടുക്കാവൂ. നമുക്ക് സമയമില്ല, സമയം കണ്ടെത്തി കൊടുക്കണം. അപ്പോൾ വേദന ഉണ്ടാവും. നമുക്ക് കഴിവുകൾ, നമുക്കുള്ളത് മൊത്തം കൊടുക്കുമ്പോൾ വേദന ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് സുവിശേഷത്തിൽ കർത്താവ് കൃത്യമായിട്ട് പറയുക, ആ വിധവയുടെ കാര്യം കർത്താവ് കൃത്യമായിട്ട് പറയുക, ബാക്കിയുള്ളവരെല്ലാവരും അവരുടെ സമൃദ്ധിയിൽ നിന്ന് നൽകി, പക്ഷേ ഇവള് തനിക്ക് ഉള്ളത് മുഴുവൻ, തനിക്ക് ജീവിക്കാനുള്ളത് മുഴുവനും കൊടുത്തു. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, നമ്മുടെ സമൃദ്ധിയിൽ നിന്നാണ് നമ്മൾ കൊടുക്കുക. നമുക്ക് വേദനിക്കുന്നില്ലെന്നേ, നമുക്കുള്ളത് മൊത്തം നമ്മൾ കൊടുക്കും, പക്ഷെ നമുക്ക് വേദനിക്കുന്നില്ല. വേദനിക്കുന്ന പോലെ കൊടുക്കണം. അതാണ് തമ്പുരാൻ നമ്മളോട് പറയുക. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരമായി എങ്ങനെയാണ് കൊടുക്കേണ്ടത്? നമുക്ക് പരിക്കേൽക്കുന്നത് പോലെ കൊടുക്കാൻ പറ്റണം നമുക്ക്. മൂന്നാമത്തെ ചോദ്യം, എത്ര മാത്രമാണ് കൊടുക്കേണ്ടത്? ആ ചോദ്യത്തിന് ഉത്തരം വളരെ എളുപ്പമാണ്. എത്ര മാത്രമാണ് കൊടുക്കേണ്ടത്? ക്രിസ്തുവോളം കൊടുക്കാൻ പറ്റണം. ക്രിസ്തുവോളം നമുക്ക് കൊടുക്കാൻ പറ്റണം. നിന്റെ സഹോദരന് വേണ്ടി ബലിയാകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ക്രിസ്തുവിനെ പോലെ ക്രിസ്തുവോളം കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഈ 3 കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ വചനത്തിൻ്റെ പൊരുൾ നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കട്ടെ. 3 ചോദ്യങ്ങൾക്കാണ് നമ്മൾ ഉത്തരം നൽകാൻ സാധിച്ചത്. എന്തൊക്കെയാ ചോദ്യം? എങ്ങനെയാണ് കൊടുക്കേണ്ടത്? എന്താ കൊടുക്കേണ്ടത്? എങ്ങനെയാണ് കൊടുക്കേണ്ടത്? എത്ര മാത്രമാണ് കൊടുക്കേണ്ടത്? ഈ വചനത്തിൻ്റെ പൊരുൾ നമുക്ക് മനസ്സിലാക്കാൻ, ഈ ഒരു ചിന്തയെന്ന് അടിസ്ഥാനമാക്കി നമുക്ക് ഈ വചനം ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കട്ടെ. നമുക്കറിയാം, നല്ല സമറിയാക്കാരൻ്റെ ഉപമ. ഈ സമറിയക്കാരൻ യാത്ര ചെയ്തത് എവിടെ നിന്ന് എവിടേക്കായിരുന്നു? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് യാത്ര ചെയ്യുക. എന്താണ് ജെറുസലേം? എന്താണ് ജെറുസലേം? ജെറുസലേം എപ്പോഴും ഒരു പട്ടണം മാത്രമല്ല, ദൈവികത അടങ്ങിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. ദൈവത്തിൻ്റെ വാസസ്ഥലമായിട്ടാണ് നമ്മളെപ്പോഴും ജെറുസലേം എടുക്കുന്നത്. ഈ യാത്ര മധ്യേയാണ് അവനെ പ്രഹരിക്കപ്പെട്ടതല്ലേ? നമ്മുടെ ജീവിതത്തിലും ഈ യാത്ര മധ്യേയാണ് നമ്മൾ കണ്ടെത്താൻ പറ്റുന്നത് പലരെയും നമ്മുടെ ജീവിതത്തിൽ. ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്കുള്ള യാത്രയിൽ അതിനുശേഷമാണ് ഒരു പുരോഹിതനും ഒരു ലേവിയയും അവിടെ വന്നത്. എന്തുകൊണ്ടാണ് ഇവർ ആ അർത്ഥപ്രാണനായി കിടന്നിരുന്ന ആ വ്യക്തിയെ ഗൗനിക്കാതെ മുമ്പിലോട്ട് പോകാനുള്ള കാരണം എന്തായിരുന്നു? എന്തുകൊണ്ടാണ്? പുരോഹിതനും ലേവിയനും ഇല്ലേ? അല്ലേ? വചനം നിങ്ങൾ ബൈബിൾ എടുത്ത് വെച്ചിട്ടില്ലേ? പുരോഹിതനും ലേവിയയും. എന്തുകൊണ്ടാണ് ഇവർ ഈ അർത്ഥപ്രാണനായി കിടന്നിരുന്ന മനുഷ്യനെ ഗൗനിക്കാതെ മുമ്പിലോട്ട് പോയതിൻ്റെ കാരണം എന്താ? അവർ ചെയ്തത് വലിയ അപരാധമാണോ? അല്ല. അവർ ചെയ്ത് വലിയ അപരാധമാണോ? ആണോ? അവരുടെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ അവർ നിയമം പാലിക്കുക ചെയ്ത്, അല്ലേ? അവർ ഈ അർത്ഥപ്രാണനായി കിടന്നിരുന്ന ഈ മനുഷ്യൻ മരിച്ചോ ഇല്ലയോ നമുക്കറിയത്തില്ല. അവർ ചിന്തിച്ച രീതിയാണ്, ഈ മനുഷ്യന് മരിച്ചോ ഇല്ലയോ നമുക്കറിയത്തില്ല, ഇവനെ തൊട്ടാൽ ഞങ്ങൾക്കെന്തെങ്കിലും സംഭവിക്കും, ഇവനെ തൊട്ടാൽ ഞങ്ങൾക്കെന്തെങ്കിലും സംഭവിക്കും. അതായത് പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ല, ലേവിയയുടെ ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങൾക്കെന്തെങ്കിലും സംഭവിക്കുമെന്ന് ചിന്തിച്ച് മാറിപ്പോയവരാണ് ഇവർ രണ്ടുപേരും. നിയമങ്ങൾ പാലിച്ചവരാ, അല്ലേ? നിയമങ്ങൾ പാലിച്ചവരാ. അതേസമയം ഒരു സമറിയാക്കാരൻ വന്നു, അല്ലേ? യാത്രാമധ്യേ വന്നു എന്ന് മാത്രമാണ് സുവിശേഷത്തിൽ പറഞ്ഞത്, അല്ലേ? നിങ്ങൾ നോക്കിക്ക്. പക്ഷേ ആദ്യമേ പോയ ആൾക്ക് കൃത്യമായ സ്ഥലമുണ്ടായിരുന്നു, ഇല്ലേ? ജെറുസലേമിൽ നിന്ന് ജെറീക്കോ. പക്ഷേ സമറിയാക്കാരൻ്റെ യാത്രയെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. അവൻ ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്കാണോ ജെറീക്കോയിൽ നിന്ന് ജെറുസലേമിലേക്കാണോ പോകുന്നതെന്ന് കൃത്യതയില്ല. ഇത് നമ്മൾ സുവിശേഷത്തിലെ ഓരോ വാക്യവും നമ്മൾ എടുക്കുമ്പോൾ അത് മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്, അല്ല ചുമ്മാതെ കളഞ്ഞതല്ല. അതിനൊരു അർത്ഥമുണ്ട്. ചുമ്മാതെ എഴുതി കുട്ടിയ ഒരു വാക്യം പോലും വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. യാത്രാമധ്യേ ഒരു സമറിയാക്കാരൻ അതിലേ വന്നു. അവൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയത്തില്ല, പക്ഷേ അവൻ യാത്രാമധ്യേ അവിടെ വന്നു. യാത്രാമധ്യേ വന്നിട്ട് അവൻ എന്താ ചെയ്തത്? ഈ സമറിയാക്കാരൻ അവൻ ഉടനെ ആ അർത്ഥപ്രാണനായി കിടന്ന ആ വ്യക്തിയുടെ പക്കലേക്ക് ഓടിച്ചെന്ന് എണ്ണയും വീഞ്ഞും എടുത്ത് അവനെ ശുശ്രൂഷ ചെയ്യുകയാണ് ചെയ്തത്. ശുശ്രൂഷ മാത്രമാണോ ചെയ്തത്? അവനെ എടുത്ത് കഴുതയുടെ പുറത്ത് കയറ്റി സത്രത്തിലേക്ക് ചെന്നു. ബാക്കി രണ്ടുപേരും ഈ സമറിയാക്കാരനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്താ വ്യത്യാസം? നിങ്ങൾക്ക് ചോദ്യം മനസ്സിലായില്ലേ? പുരോഹിതനും ലേവ്യായും ചിന്തിച്ചത് ഇവനെ തൊട്ടാൽ ഞങ്ങൾക്കെന്തെങ്കിലും സംഭവിക്കുമെന്നാണ് ചിന്തിച്ചത്, അല്ലേ? ഇവനെ തൊട്ടാൽ ഞങ്ങൾക്ക് പുരോഹിത ശുശ്രൂഷയോ ലേവിയയുടെ അടുത്തുള്ള ശുശ്രൂഷയോ ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങൾ നിയമം ലംഘിക്കുന്നവരാകും. പക്ഷേ ഈ സമറിയാക്കാരൻ ചിന്തിച്ചത് എന്തായിരിക്കും? അവനെ തൊട്ടില്ലെങ്കിൽ അവനെ എന്തെങ്കിലും സംഭവിക്കും. ലേവിയായും പുരോഹിതനും ഇവരും ചിന്തിച്ചത് അവനെ തൊട്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കും. അപ്പോഴാണ് ശുശ്രൂഷ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ സാധിക്കുക. മറ്റുള്ളവരിലേക്കുള്ള ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എങ്ങനെയാണ് ചെയ്യേണ്ടത്? മറ്റുള്ളവരിലേക്കുള്ള ശ്രദ്ധയുണ്ടെങ്കിൽ നമുക്ക് മുറിവേൽക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതാണ് ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിൽ.
ആദിമ മാതാപിതാക്കൾക്ക് ഈ ഏദേൻ തോട്ടം തമ്പുരാൻ നൽകിയപ്പോൾ അവർക്ക് കൊടുക്കുന്ന 2 കൽപ്പനകളുണ്ട്, പഴയ നിയമത്തിലുണ്ട്. ഏതാ 2 കൽപ്പനകൾ എന്നറിയാം? 2 കാര്യങ്ങൾ കർത്താവ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ഈ 2 കാര്യങ്ങൾ ചെയ്യണം. ഏദേൻ തോട്ടം അവരെ ഏൽപ്പിക്കുമ്പോൾ, ഏദേൻ തോട്ടം കൊടുത്തപ്പോൾ ആദത്തിനും അബയോടും കർത്താവ് കൃത്യമായി 2 കാര്യങ്ങൾ പറയുക. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. എന്താ 2 കാര്യങ്ങൾ എന്നറിയാം? കായ് ഭക്ഷിക്കുന്നതിനെ കുറിച്ചല്ല, ഇത് ഭക്ഷിക്കരുതിനെ കുറിച്ചല്ല, അത് കൽപ്പനയായിട്ട് കൊടുക്കുന്നുണ്ട്. 2 കാര്യങ്ങൾ. ഏദേൻ തോട്ടം, അത് വൃക്ഷത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് അല്ലേ? ഈ 2 വൃക്ഷത്തിൽ നിന്ന് ഒരു വൃക്ഷത്തിൽ നിങ്ങൾ ഭക്ഷിക്കാനേ പാടില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഏദേൻ തോട്ടം കൊടുക്കുമ്പോൾ അവിടെ കൊടുക്കുന്ന 2 കാര്യങ്ങളുണ്ട് കർത്താവ്. ഈ 2 കാര്യങ്ങൾ തന്നെയാണ് സംഖ്യയുടെ പുസ്തകത്തിലെ പുരോഹിതന്മാരെ വാഴിക്കുമ്പോഴും കൊടുക്കുന്നത്. ഇതേ കാര്യങ്ങളാണ്. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്നാണ് പറയുക. ആദിമ മാതാപിതാക്കൾക്കും കൊടുക്കുന്നു, പുരോഹിതന്മാർക്കും കൊടുക്കുന്നു. ഈ 2 കൽപ്പനകളാണ്. എന്താ 2 കൽപ്പനകൾ എന്നറിയോ? 2 കാര്യങ്ങൾ. കൽപ്പനകൾ എന്ന് വിടാം, 2 കാര്യങ്ങൾ. എന്താ 2 കാര്യങ്ങൾ എന്നറിയാമോ? ഏദേൻ തോട്ടം കൊടുക്കുമ്പോൾ കൊടുക്കുന്ന 2 കാര്യങ്ങൾ. നിങ്ങൾ ഈ ഏദേൻ തോട്ടത്തിൽ കൃഷി ചെയ്യുക, സംരക്ഷിക്കുക. അതായത് ശുശ്രൂഷിക്കുക, സംരക്ഷിക്കുക. ഈ 2 കാര്യങ്ങൾ, അത് ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിലുണ്ട്. വാക്യം കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഈ 2 കാര്യങ്ങൾ തന്നെയാണ് ലേവ്യ എന്ന ഗോത്രത്തെ സംഖ്യയുടെ പുസ്തകത്തിൽ തമ്പുരാൻ ഉയർത്തുമ്പോൾ അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശം ഇതാ: നിങ്ങൾ ജനങ്ങളെ ശുശ്രൂഷിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുക. ഈ 2 കാര്യങ്ങളാണ് എല്ലാവർക്കും പൊതുവായിട്ട് തമ്പുരാൻ കൊടുക്കുന്ന വലിയ ദൗത്യം. ശുശ്രൂഷിക്കുക, സംരക്ഷിക്കുക. ശുശ്രൂഷിക്കുക, സംരക്ഷിക്കുക. ഈ 2 കാര്യങ്ങൾ തന്നെയാണ് ഈ സമറയക്കാരനും ചെയ്തത്. എന്താ ചെയ്തത്? ശുശ്രൂഷിക്കുകയും ചെയ്തു, ഇവനെ സംരക്ഷിക്കുവാൻ സത്രത്തിൽ കൊണ്ടു ചെല്ലുകയും ചെയ്തു. ശുശ്രൂഷിക്കുക, സംരക്ഷിക്കുക. ഇതാണ് തമ്പുരാൻ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ദൗത്യവും. നമ്മുടെ കുടുംബത്തിൽ, നമ്മളായിരിക്കുന്ന സ്ഥലത്തിൽ എത്രമാത്രം എൻ്റെ ജീവിത പങ്കാളിയെ ഞാൻ ശുശ്രൂഷിക്കുന്നുണ്ട്. കർത്താവ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാൻ ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ്. എന്നിൽ നിക്ഷിപ്തനായ ഒരാൾ പോലും നശിച്ചു പോകരുതേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുക. തമ്പുരാൻ പ്രാർത്ഥിച്ച സംരക്ഷിക്കാനാണ് തമ്പുരാൻ നോക്കുക. ശുശ്രൂഷിക്കുവാനും സംരക്ഷിക്കുവാനും തമ്പുരാൻ നോക്കുക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകുന്ന മാതാപിതാക്കളെ, നമുക്ക് നൽകുന്ന മക്കളെ, നമുക്ക് നൽകുന്ന ജീവിത പങ്കാളിയെ, നമുക്ക് നൽകുന്ന സഹോദരങ്ങളെ, നമ്മളായിരിക്കുന്ന ഇടങ്ങളെ എല്ലാം എല്ലായിടത്തും ശുശ്രൂഷിക്കുവാനും സംരക്ഷിക്കുവാനുള്ള ദൗത്യമാണ് നമുക്ക് നൽകുക. ഈ ദൗത്യമാണ് ഈ സമറയക്കാരനും ചെയ്ത ദൗത്യം. സംരക്ഷിച്ചു, ശുശ്രൂഷിച്ചു. എന്നിട്ട് സത്രപ്പ് സൂക്ഷിപ്പുകാരൻ്റെ പിറ്റേ ദിവസം സത്രപ്പ് സൂക്ഷിപ്പുകാരൻ്റെ അടുക്കി ചെന്നിട്ട് പറയുക, 2 ദെനാറ കൊടുത്തിട്ട് പറയുകയാണ്, ഇനി കൂടുതൽ എന്തെങ്കിലും ആകുമെന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. എത്രമാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്? അങ്ങേയറ്റം പോകുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങേയറ്റം. എനിക്കൊരു വികാരിച്ചനുണ്ട്. വികാരിച്ചൻ്റെ പേരും പറഞ്ഞേക്കാം. വികാരിച്ചൻ്റെ പേര് കൂടത്തിലച്ചനാണ്. നിങ്ങൾക്കറിയാം കൂടത്തിലച്ചൻ. ഞാൻ കുടമാളൂരിലായിരുന്നപ്പോൾ എൻ്റെ വികാരിയച്ചനാണ്. അച്ഛനിപ്പോൾ നമ്മുടെ മദർ തെരേസ ഹോം നെടുങ്കുന്നത്ത് ഉണ്ട്. വിശ്രമ ജീവിതത്തിലാണ്. ഇടയ്ക്കൊക്കെ ഞാൻ അച്ഛനെ കാണാൻ പോകും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ഛനെ കാണാൻ പോകുമ്പോൾ ഈ സംസാരിച്ചതിന് ശേഷം അച്ഛൻ നമ്മളൊന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ തരും. എന്നിട്ട് അച്ഛനെ ഇപ്പം ആരോഗ്യമായ ചില ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പോലും എപ്പോഴും അച്ഛൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മൾ വണ്ടി എവിടെയാണോ അവിടം വരെ അച്ഛൻ നടന്നു വന്ന് നമുക്ക് ടാറ്റയോ സ്തുതിയോ അച്ഛൻ നമുക്ക് തന്നിട്ടേ അച്ഛൻ നമ്മളെ വിടത്തുള്ളൂ. അച്ഛനെ വേണമെങ്കിൽ നമ്മളെ മുറിയിൽ നിന്ന് പറഞ്ഞയക്കാം, നമുക്കൊരു കുഴപ്പമില്ല. പക്ഷേ അച്ഛൻ ചെയ്യുന്ന വലിയൊരു കാര്യമാണ്, വണ്ടി വരെ, നമ്മൾ പോകുന്ന ഇടം വരെ അച്ഛൻ വരും. നടക്കാൻ മേലാത്ത അച്ഛൻ വരും. ഇതിലൂടെ അച്ഛൻ പറയുന്ന ഒരു വലിയൊരു സൂചന എന്താണെന്നറിയോ? എന്തായിരിക്കും സൂചന?
എന്തായിരിക്കും സൂചന? നിൻ്റെ കൂടെ അങ്ങേയറ്റം വരെ ഞാനുണ്ട്. ഈ സമറിയാക്കാരൻ ചെയ്തത് എന്താ? നിൻ്റെ അങ്ങേയറ്റം വരെ ഞാനുണ്ട്. കൂടുതൽ എന്തെങ്കിലും ആകുവാണെങ്കിൽ അതും ഞാൻ തന്നോളാം. എങ്ങനെയാ ചെയ്യേണ്ടത്? മുറിവേൽക്കുന്ന രീതിയിൽ ചെയ്യാൻ പഠിക്കുക. ഈ കൊറോണ സമയത്ത് ഒത്തിരി ഫേസ്ബുക്കിൽ ഈ കൊടുക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ഒത്തിരി പോസ്റ്റുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒത്തിരി കൊടുക്കുന്ന പോസ്റ്റുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒത്തിരി പേര് കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യുന്നത്. ഈ കൊടുക്കുന്ന വ്യക്തിയെയും സ്വീകരിക്കുന്ന വ്യക്തിയുടെ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഫോട്ടോ? ഇതിൽ ഏറ്റവും സന്തോഷവാനായി നിൽക്കുന്ന ആരാന്നറിയോ? ആരാ സന്തോഷവാനായി നിൽക്കുന്നത്? ഈ കിട്ടുന്ന വ്യക്തിക്ക് അത്രമാത്രം സന്തോഷം ഇല്ലാതായി പോകുന്നത് എന്തുകൊണ്ടായിരിക്കും? നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തിക്കാണ് കൂടുതൽ സന്തോഷം. എന്തുകൊണ്ടാണ്? കിട്ടുന്ന വ്യക്തിക്കല്ലേ സന്തോഷം വരേണ്ടത്? എന്തുകൊണ്ടാണ് അല്ലേ? കിട്ടുന്ന വ്യക്തിക്കല്ലേ സന്തോഷം വരേണ്ടത്? നമ്മുടെ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കിട്ടുന്ന വ്യക്തിക്ക് ഈ ഫോട്ടോകൾ? ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ പറഞ്ഞത്. കിട്ടുന്ന വ്യക്തിക്ക് ഇത്രമാത്രം സന്തോഷം ഇല്ലാതായി പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ സ്വീകരിക്കുന്ന വ്യക്തിക്ക് അവൻ്റെ അഭിമാനത്തെ ക്ഷതമേൽക്കുന്ന രീതിയിലാണോ നമ്മൾ കൊടുക്കുക? നമ്മൾ കൊടുക്കുന്നൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പരിക്കേൽക്കുന്നത് പലപ്പോഴും നമുക്കല്ല, സ്വീകരിക്കുന്ന വ്യക്തിക്കാണ് പരിക്കേൽക്കുന്നത്. അവൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ കൊടുക്കുക. അതുകൊണ്ടാണ് തമ്പുരാൻ പറയും, നീ വലത് കൈ ചെയ്യുന്നത് നിന്റെ ഇടത് കൈ പോലും അറിയാൻ പാടില്ല. കാരണം നീ ചെയ്യുന്ന നന്മ നീ മറന്നു കളയണം. അതുകൊണ്ട് തന്നെയാണ് അന്തിമ ദിവസത്തിലെ തമ്പുരാൻ്റെ സന്നിധിയിൽ വലതുവശത്തും ഇടതുവശത്തുമായി നന്മ ചെയ്തവർ തിന്മ ചെയ്തവരെയും തമ്പുരാൻ വേർതിരിക്കുന്നുണ്ട്. ഈ വേർതിരിക്കുമ്പോൾ തമ്പുരാൻ പറയും, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ ദാഹിക്കുന്നവനായിരുന്നു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് സന്ദർശിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് ശുശ്രൂഷിച്ചു എന്ന് പറയുന്ന ചില കാര്യത്തിൽ വലതുവശത്ത് ഒരു അന്തം വിട്ട കുന്തം പോലെ നോക്കിയിട്ട് പറയും, കർത്താവേ, ഇതൊക്കെ എപ്പോഴാണ് ഞങ്ങൾ ചെയ്ത്? ഞങ്ങൾ ഇത് ഓർക്കുന്നില്ലല്ലോ. നീ എപ്പോഴാണ് വന്നത്? ഞങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ. അപ്പോൾ തമ്പുരാൻ പറയും, നീ ചെറിയവനിൽ ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെ. അപ്പോൾ ഈ ചെറിയവർക്ക് ഞാൻ ചെയ്തായിരുന്നു. ചെയ്ത കാര്യങ്ങൾ മറന്നുപോയപ്പോൾ തമ്പുരാൻ ഓർത്തു. ചെയ്ത കാര്യങ്ങൾ മറന്നുപോയപ്പോൾ തമ്പുരാൻ ഓർത്തു. ചെയ്ത കാര്യങ്ങൾ ഞാൻ ഓർത്തപ്പോൾ തമ്പുരാൻ മറന്നു. സിമ്പിൾ ലോജിക്ക. എന്തുകൊണ്ടാണ് നമുക്ക് പരിക്കേൽക്കുന്നില്ല? കൊടുക്കുന്ന വ്യക്തിക്കാ പരിക്കേൽക്കുന്നത്. എനിക്ക് പരിക്കേൽക്കുന്നത് പോലെ കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. അതാണ് ശുശ്രൂഷിക്കുക, സംരക്ഷിക്കുക. അവൻ്റെ അഭിമാനബോധത്തെ സംരക്ഷിക്കുകയും അവന് കൊടുക്കേണ്ട ശുശ്രൂഷ അവന് കൊടുക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനപ്പെട്ടത്. അതാണ് സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ. ഒരിക്കലും കൊടുക്കുന്ന വ്യക്തിയുടെ അഭിമാനത്തെ, അവൻ്റെ ഡിഗ്നിറ്റിയെ മുറിവേൽപ്പിക്കരുത്. കൊടുക്കുക, പക്ഷേ മറ്റുള്ളവർക്ക് മുറിവേൽപ്പിക്കുന്ന രീതിയിൽ കൊടുക്കാതിരിക്കുക. നമുക്ക് മുറിവേൽക്കട്ടെ, ആ രീതിയിൽ കൊടുക്കാൻ സാധിക്കരുത്. സമ്പത്തിൻ്റെ കാര്യം മാത്രമേ അല്ല, വീണ്ടും പറയുക, സമ്പത്തിൻ്റെ കാര്യമല്ല, സമയവും നമ്മുടെ കഴിവുകൾ നമുക്ക് കൊടുക്കാൻ പലതുമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ പുഞ്ചിരി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. കുറേ നേരം ഒരു വ്യക്തിയുടെ മുമ്പിൽ ഇരിക്കുവാൻ സാധിക്കണം. ഒരു വാക്കുപോലും പറയേണ്ട. ആശ്വസിപ്പിക്കാൻ നമുക്ക് വാക്കുകളില്ല. ചിലരുടെ ചില ബുദ്ധിമുട്ടുകൾ സാഹചര്യത്തിൽ നമുക്ക് വാക്കുകളില്ലെന്ന്. എങ്ങനെ ആശ്വസിപ്പിക്കണം? കോടികൾ നഷ്ടപ്പെട്ട ഒരു വ്യക്തി നമ്മുടെ മുമ്പിൽ വന്ന് ഇരിക്കുക, അവനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കേണ്ടത്? ദൈവവചനം പറഞ്ഞ് ആശ്വസിപ്പിക്കണം. ഒന്നും പറയേണ്ടെന്നേ, അവൻ്റെ കൂടെ ഒന്ന് ഇരുന്നാൽ മതി. അവനപ്പോൾ ബോധ്യമുണ്ടാവും, എൻ്റെ കൂടെ ഇരിക്കുവാൻ ഒരാളെങ്കിലുമുണ്ട്,
എല്ലാവരും എന്നെ ഉപേക്ഷിച്ചപ്പോൾ എൻ്റെ കൂടെ 1 മണിക്കൂർ എൻ്റെ കൂടെ ഇരിക്കാൻ ഒരാളെങ്കിലും ഉണ്ടല്ലോ, മതിയെന്നേ. പലരും പുഞ്ചിരിക്കുന്നില്ല, എന്നെ കള്ളനായി ചിത്രീകരിക്കുന്നു, എന്നെ മദ്യപാനിയായിട്ട് ചിത്രീകരിക്കുന്നു, എന്നെ വഷളനായി ചിന്തിക്കുന്നു. ആരും എന്നെ നോക്കി ചിരിക്കുന്നില്ല. പക്ഷേ നമുക്ക് ചിരിക്കാൻ സാധിക്കുമോ? ചിരിക്കാൻ സാധിക്കും. ആക്കിയുള്ള ചിരിയല്ല, ആത്മാർത്ഥതയുള്ള ഒരു ചിരി കൊടുക്കാൻ സാധിച്ചാൽ അവൻ ചിന്തിക്കും, ആരൊക്കെ ഉപേക്ഷിച്ചാൽ ഒരാളെങ്കിലും എന്നെ നോക്കി ആത്മാർത്ഥമായിട്ട് ചിരിച്ചല്ലോ. ഇതൊക്കെയാ കൊടുക്കാൻ പറ്റുന്നത്. ഇതൊക്കെ കൊടുക്കണം. നമ്മുടെ വീട്ടിലെ നമ്മുടെ മക്കള് തെറ്റ് ചെയ്ത് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ, തെറ്റ് ചെയ്തിട്ട് പിന്നെ എവിടെയാ നമ്മുടെ മക്കൾ പോകേണ്ടത്? വീണ് പോയിട്ടുണ്ടെന്നേ, അബദ്ധം വന്ന് പോയിട്ടുണ്ടെന്നേ, കുടിച്ചിട്ടുണ്ടെന്നേ, പലവിധമായ അസ്വസ്ഥകൾ വീണ് പോയിട്ടുണ്ടേ, അവൻ എവിടെയാ ചെല്ലേണ്ടത്? ചെന്ന് കയറേണ്ടത് നമ്മുടെയൊക്കെ വീട്ടിലല്ലേ? വേറെ എവിടെയാണ് ചെല്ല് കയറേണ്ടത്? അവനെ അവൻ സംരക്ഷിക്കണം. പോട്ടെ മോനെ, സാരമില്ലടാ, പിന്നെയും അവൻ പോയിന്നിരിക്കും. തള്ളി പറയരുതേ, ചേർത്ത് പിടിക്കാൻ സാധിക്കണം. അതാണ് തമ്പുരാൻ പറയാ, സംരക്ഷിക്കുക, അവസാനം വരെ സംരക്ഷിക്കുക, അവസാനം വരെ അവനെ കൂട്ടുപോവുക. ഈ 2 ദൗത്യമാണ് കർത്താവ് നമുക്ക് നൽകിയ ഏതേൻ തോട്ടം നമുക്ക് നൽകുമ്പോൾ തമ്പുരാൻ നമ്മളോട് പറയുന്നത് ഇത് തന്നെയാ, ശുശ്രൂഷിക്കുക. തമ്പുരാൻ നൽകിയ ഏതേൻ തോട്ടം ജീവിത പങ്കാളിയാണെന്നേ, മക്കളാണെന്നേ, മാതാപിതാക്കളാണ്. ഞാൻ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ പലരുമാണ് ഏതേൻ തോട്ടം. ഈ ഏതേൻ തോട്ടം നമുക്ക് നൽകുമ്പോൾ തമ്പുരാൻ പറയുക, ശുശ്രൂഷിക്കുക, ഇവരെ സംരക്ഷിക്കുക. ഈ ഒരു കാര്യമാണ് തമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്താ ചെയ്യേണ്ടത്? നിസ്സാരമായ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്താൽ മതി. ഡു സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്. എന്തെങ്കിലും മനോഹരമായത് ദൈവത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കട്ടെ. എങ്ങനെയാ ചെയ്യേണ്ടത്? പരിക്കേൽക്കുന്നത് പോലെ കൊടുക്കുവാൻ നമുക്ക് സാധിക്കും. എത്രമാത്രമാണ് ചെയ്യേണ്ടത്? ക്രിസ്തു എത്രമാത്രമാണ് ചെയ്തത്, അത്രമാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അത്രമാത്രം ചെയ്താൽ മതി. എത്രമാത്രമാണ്? കുരിശിൽ കിടക്കുക എന്നതാണ്. സഹോദരന് വേണ്ടി ജീവൻ ബലിയാകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് തമ്പുരാൻ നമ്മളെ പഠിപ്പിച്ച അത്രമാത്രം കൊടുക്കാൻ സാധിക്കണം. ഈ നല്ല സമറിയാൻ നമ്മൾ ഓരോരുത്തരും. ഇതിൽ ആരാണ് ക്രിസ്തു? ഈ സമറിയാക്കാരൻ്റെ ഉപമയിൽ ആരാണ് ക്രിസ്തു? ആരാ ക്രിസ്തു? ഇതിൽ ആരെയാണ് നമുക്ക് ക്രിസ്തുവായിട്ട് ചിത്രീകരിക്കാൻ പറ്റുന്നത്? സമറിയാക്കാരൻ മാത്രമാണ് ക്രിസ്തു. നമ്മൾ ഒന്ന് ചിന്തിച്ചു വായിച്ചാൽ പ്രഹരിക്കപ്പെട്ട വ്യക്തി എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് സുവിശേഷത്തിൽ. പ്രഹരിക്കപ്പെട്ട വ്യക്തി ആരാ? അടിയേറ്റ വ്യക്തി ആരാ? ക്രിസ്തു. അതിൽ 2 മാത്രമേ ഉള്ളൂ ക്രിസ്തു. സത്രപ്പ് സൂക്ഷിപ്പുകാരൻ ക്രിസ്തുവല്ലേ? സത്രം എപ്പോഴും സഭയായിട്ടാണ് ചിത്രീകരിക്കുക. സത്രപ്പ് സൂക്ഷിപ്പുകാരൻ ക്രിസ്തു ആയിട്ട് നമുക്ക് ചിത്രീകരിക്കാം ഇല്ലേ? ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നതെല്ലാം ക്രിസ്തുവ. നിസ്സാരമായ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ക്രിസ്തുവായിട്ട് മാറുമ്പോൾ എന്ത് അവകാശമാക്കി നമുക്ക് കിട്ടും? നിത്യ ജീവൻ. തുടങ്ങിയത് അവിടെയായിരുന്നു അല്ലേ? നിത്യജീവൻ അവകാശമാക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിസ്സാരമായ കാര്യങ്ങൾ ചെയ്താൽ മതി. നിസ്സാരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ മതി. അത്രമാത്രം ആത്മാർത്ഥതയാണ് നമ്മൾ കാണിക്കേണ്ടത്. ക്രിസ്തുവോളം ആത്മാർത്ഥത നമ്മൾ കാണിച്ചാൽ മതി. എന്താണ് ക്രിസ്തുവോളം ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ? സഹോദരന് വേണ്ടി ബലിയാകുക എന്നതാണ് ആ ചോദ്യത്തിന് ഉത്തരം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് കൊടുക്കാൻ സാധിക്കട്ടെ. നമ്മൾ പരിഹരിക്കപ്പെട്ട വ്യക്തിയാകാം, നമ്മൾ ക്രിസ്തുവായ വ്യക്തിയാകാം. നമ്മളെ ശുശ്രൂഷിക്കാൻ വേറൊരു ക്രിസ്തു വന്നെന്നിരിക്കും. ഈ ക്രിസ്തു, ഞാനാകുന്ന ക്രിസ്തു, വേറൊരു ക്രിസ്തു വന്ന് നമ്മളെ ശുശ്രൂഷിച്ച് വേറൊരു ക്രിസ്തുവിൻ്റെ പക്കലേക്ക് നമ്മളെ കൊണ്ടാക്കും. ഈ ഉപമയിൽ കാണുന്നവരെല്ലാം പുരോഹിതനും ലേവിയും അല്ലാതെ ബാക്കി എല്ലാവരും ക്രിസ്തുവ. അതുകൊണ്ട് നമുക്ക് നൽകുന്ന വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിസ്തുവായിട്ട് മാറുക എന്നതാണ്. അതുകൊണ്ട് നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം.
നമുക്ക് കണ്ണുകൾ അടച്ചൊന്ന് പ്രാർത്ഥിക്കാം. വളരെ പ്രത്യേകമായിട്ട് നമുക്ക് ഈ നിമിഷം നമ്മുടെ കുടുംബത്തെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തെ, നമ്മളായിരിക്കുന്ന സ്ഥലം നമ്മുടെ കുടുംബമാണ്. നമ്മുടെ ജോലി സ്ഥലമാകാം, പലതുമാകാം. ആയിരിക്കുന്ന സ്ഥലം പരിശുദ്ധമായിട്ട് കാണാനാണ് തമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെടുക. നമ്മുടെ കുടുംബത്തെ ഒന്ന് നമുക്ക് സമർപ്പിച്ച് നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ആരും ഒന്ന് കണ്ണൊന്നും തുറക്കാതിരിക്കാം, പ്രത്യേകം ശ്രദ്ധിക്കാം. കണ്ണുകളെല്ലാം അടച്ച് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കാം. അതിന് വേണ്ടിയാണ്. കണ്ണു തുറന്നാൽ നമുക്ക് അശ്രദ്ധ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് കണ്ണുകളടച്ച് നമ്മുടെ കുടുംബത്തെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജീവിത പങ്കാളി, മക്കൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, നമ്മുടെ കുടുംബത്തിൽ ഇപ്പോൾ ആരൊക്കെയുണ്ടോ അവരെല്ലാം നമുക്കൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ എല്ലാം ആവശ്യങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാം. അവരുടെ നിയോഗങ്ങൾ, നമ്മുടെ കുടുംബത്തിലെ ആവശ്യങ്ങൾ ഒക്കെ നമുക്ക് ഈ നിമിഷം തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് നമുക്കൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തമ്പുരാനെ, ദൈവമേ, നീ അറിയുന്നല്ലോ. എന്നെ മുഴുവനായിട്ട് നിനക്കറിയാം. എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ നിനക്കറിയാം. കർത്താവേ, നിൻ്റെ സന്നിധിയിലേക്ക് എൻ്റെ കുടുംബത്തെ ഞാൻ സമർപ്പിക്കുന്നുവെന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുണ്ട് തമ്പുരാനെ. എൻ്റെ കുടുംബത്തിൽ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുണ്ട്, അസ്വസ്ഥതകളുണ്ട്. രോഗമുണ്ടാകാം, ജീവിതത്തിലെ കഷ്ടപ്പാടുകളുണ്ടാകാം, നാളെ എന്ന് ഒരു ചിന്തയുണ്ടാകും. മക്കളെക്കുറിച്ചുള്ള ആകുലതകളുണ്ടാകും, മാതാപിതാക്കളെക്കുറിച്ച് ആകുലതകൾ, ജീവിത പങ്കാളിയെക്കുറിച്ച് ആകുലതകൾ. പല ആകുലതകളുമായിട്ടാണ് നമ്മൾ ഈ നിമിഷം തമ്പുരാൻ്റെ സന്നിധിയിലായിരിക്കുക. ഈ ആകുലതകളെല്ലാം തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കട്ടെ. തമ്പുരാനെ, നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയും പ്രാർത്ഥിച്ചാൽ മതി. ഈ കഷ്ടപ്പാടുകൾ മാറണമെന്നോ, ഈ രോഗം മാറണമെന്നോ, ഈ അസ്വസ്ഥതകൾ മാറണമോ ഒന്നുമല്ല നമ്മൾ ഈ നിമിഷം പ്രാർത്ഥിക്കാൻ പോവുക. കർത്താവേ, നിൻ്റെ കൃപയാൽ ഞങ്ങൾ നിറയ്ക്കണമേ. നിൻ്റെ കൃപ മതി, നിൻ്റെ ആശീർവാദം ഒന്ന് മാത്രം മതി തമ്പുരാനെ. എൻ്റെ രോഗത്തിൻ്റെ മേൽ, എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ മേഖലകളുടെ മേൽ, എൻ്റെ കുടുംബത്തിലെ ഓരോ വ്യക്തികളുടെ മേൽ തമ്പുരാനെ നിൻ്റെ അനുഗ്രഹം മാത്രം മതി, നിൻ്റെ കൃപ മാത്രം മതി തമ്പുരാനെ. ആ കൃപയ്ക്ക് വേണ്ടി നമുക്കൊന്ന് ദാഹിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. തമ്പുരാനെ, നിൻ്റെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. തമ്പുരാനെ, നിൻ്റെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. നമുക്കൊന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ രോഗത്തിന് മേൽ പേരെടുത്ത് നമ്മുടെ മനസ്സിലൊന്നൊക്കെ പറയാൻ സാധിക്കട്ടെ. കർത്താവേ, ഈ രോഗമുണ്ട്, ഈ കുടുംബത്തിനെ, എൻ്റെ കുടുംബത്തെ അലട്ടുന്ന ഈ രോഗമുണ്ട്, ഈ അസ്വസ്ഥതകളുണ്ട്, ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, ഈ ജീവിത പങ്കാളിയുടെ ഈ ബുദ്ധിമുട്ടുണ്ട്, എൻ്റെ മക്കൾക്ക് ഈ ഒരു തിന്മയായ മേഖലകളുണ്ട്. തമ്പുരാനെ, നിൻ്റെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. തമ്പുരാനെ, നിൻ്റെ കൃപ, കൃപയാലേ കൃപയാൽ നിറയ്ക്കണമേ. ഇരുകൈകളും നമ്മൾ നെഞ്ചോട് ചേർത്ത് വെച്ച് നമുക്കൊന്ന് പാടാൻ സാധിക്കട്ടെ. കൃപയാലേ കൃപയാൽ നിറയ്ക്കണമേ. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. നുറുങ്ങി നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. കർത്താവേ, നിൻ്റെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ തമ്പുരാനെ. കൃപയാലേ കൃപയാൽ അനുദിനവും. നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മളായിരിക്കുന്ന എല്ലായിടങ്ങളിലും നമ്മുടെ എല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയുടെ കൈ കോർത്ത് പിടിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. അവരുടെ നിയോഗം നമ്മുടെ നിയോഗമായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കട്ടെ. തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയുടെ കരങ്ങളൊന്ന് പിടിച്ചുകൊണ്ട് എൻ്റെ സഹോദരൻ്റെ സഹോദരിയുടെ നിയോഗം എൻ്റെയും കൂടി നിയോഗമാണ്. ആ സഹോദരന് വേണ്ടി, സഹോദരിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഹോദരന് വേണ്ടി ബലിയാകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് തമ്പുരാനെ നീ ഞങ്ങളെ പഠിപ്പിച്ചു. കർത്താവേ, എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവൻ്റെ വേദന എൻ്റെ വേദനയായി ഞാൻ മാറ്റുന്നു. കർത്താവേ, അവൻ്റെ സഹനത്തെ, അവളുടെ സഹനത്തെ എൻ്റെ സഹനമാക്കി ഞാൻ മാറ്റുന്നു. കർത്താവേ, ഈ സഹനത്തെ തമ്പുരാനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ,
എൻ്റെ ഈ സഹോദരിയെ, എൻ്റെ ഈ സഹോദരനെ നീ അനുഗ്രഹിക്കണമേ. കൃപയാലേ കൃപയാലേ കൃപയാൽ നിറയ്ക്കണമേ. നമുക്ക് ഇരുകൈകളും സ്വർഗത്തിലേക്ക് ഉയർത്തി, ഇരുകൈകളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. കർത്താവേ, നിന്റെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവേ, നിന്റെ കൃപ ഒന്ന് മാത്രം മതി. നിന്റെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ തമ്പുരാന്റെ. നിന്റെ കൃപ ഒന്ന് മാത്രം മതി. ഞങ്ങൾ ജീവിക്കും കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള നിരാശകൾ ഞങ്ങളെ അലട്ടുന്നുണ്ട്, പല അസ്വസ്ഥകൾ, ആകുലതകൾ ഞങ്ങളെ അലട്ടുന്നുണ്ട് കർത്താവ്. നിന്റെ കൃപ ഒന്ന് മാത്രം മതി കർത്താവേ. നിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും നിറയ്ക്കണമേ. ഈശോ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നമുക്ക് സ്വർഗത്തിലേക്ക് കാര്യങ്ങൾ ഉയർത്തി തന്നെ പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു.